തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് വലത് കൈ മുറിച്ചു മാറ്റപ്പെടേണ്ടി വന്ന ഒരു ബാലികയ്ക്ക്, ഒരു സ്കൂൾ കുട്ടിക്ക് നഷ്ടപരിഹാരമായി സർക്കാർ നൽകിയിരിക്കുന്നത് 2 ലക്ഷം രൂപ. കളിച്ചുകൊണ്ടിരിക്കെ വീണ് മുറിവേറ്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വിനോദിനി എന്ന സ്കൂൾ കുട്ടിക്കാണ് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വലത് കൈ നഷ്ടപ്പെട്ടത്. അതിൻ്റെ പേരിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും എല്ലാം സർക്കാർ ചെയ്തു, ആരോഗ്യവകുപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്ന ഈ കുട്ടിയെ ഇനി എങ്ങനെ വളർത്തും? ആ കുട്ടിക്ക് കൃത്രിമ കൈ വയ്ക്കണം. അതുപോലെ വലത് കൈയില്ലാത്ത ആ കുട്ടിക്ക് ഇടത് കൈ കൊണ്ട് പഠിക്കാനും എഴുതാനും എല്ലാം തന്നെ ശീലിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നിൽ വലിയ ഒരു ജീവിതമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് 2 ലക്ഷം രൂപ സഹായധനം നൽകി മുഖം തിരിച്ചു നിൽക്കുന്നത്? ഒരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളിൽ പോലും, ദുരന്തങ്ങളിൽ പോലും വാരിക്കോരി നഷ്ടപരിഹാരം നൽകുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. ആന ചവിട്ടിക്കൊന്നാൽ, പുലി പിടിച്ചാൽ, കാട്ടുപോത്ത് കുത്തിയാൽ, കാട്ടുപന്നി ഇടിച്ചാൽ എല്ലാം തന്നെ 10 ലക്ഷത്തോളം രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ആ തുക പോലും ഒരു കുടുംബത്തിന്, ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന് ഒരു ആശ്വാസമല്ല. എന്നാൽ ഈ ബാലികയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ഈ കുട്ടിയെ ദത്തെടുക്കുകയാണ് വേണ്ടത്. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം, അതിൻ്റെ ജോലി തുടങ്ങി പ്രായപൂർത്തിയാകുന്നതുവരെയുള്ള, ജോലി ലഭ്യമാകുന്നതുവരെയുള്ള സംരക്ഷണമാണ് സർക്കാർ നൽകേണ്ടത്. ഇടതുപക്ഷം ചേർത്ത് പിടിക്കേണ്ട ഒരു കുടുംബമാണ് വിനോദിൻ്റെ കുടുംബം. എന്തായാലും മുഖ്യമന്ത്രിയെ പലവട്ടം കണ്ട് അത്തരമൊരു നിവേദനം വിനോദ് നൽകിക്കഴിഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി സന്നദ്ധ സംഘടനകളുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ നമ്മുടെ യൂസഫലിയെ പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോടീശ്വരന്മാർ, സുരേഷ് ഗോപിയെ പോലുള്ള ഉദാരമതികൾ, അങ്ങനെ ആരും തന്നെ ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന് കണ്ടില്ല. എന്തായാലും ഇനി വൈകിക്കൂടാ. ആ കുടുംബത്തിൻ്റെ കണ്ണീർ ഒപ്പാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും മനുഷ്യസ്നേഹികളും മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.